പോന്നിരുന്ന ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കോടതിയുടെ ഈ നിർദ്ദേശം AG അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഏറ്റവും പെട്ടെന്ന് ഇന്ന് തന്നെ ഈ നേരത്തെ നിലനിന്നിരുന്ന ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുള്ള നടപടികൾ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ പൂർത്തീകരിക്കുകയാണ്. സർക്കാരിന് വീഴ്ച പറ്റിയെന്നാണോ, അല്ലെങ്കിൽ സർക്കാർ വേണ്ട വിധം ചെയ്യാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ തിരിച്ചടി ഉണ്ടായത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സർക്കാർ എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം, നേരത്തെ തുടർന്നു പോകുന്ന പ്രോസസ്സിൽ ഒരു നീതികേടുണ്ട് എന്ന് വ്യക്തമാകുന്ന നിലയിൽ മനസ്സിലാക്കിയപ്പോൾ അതിന് ഒരു ബദൽ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിയത്. അതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല. ഇപ്പോൾ പ്രോസ്പെക്ടസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് കോടതി നിഗമനം മുന്നോട്ട് വച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അനുമതിയുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്ലോസ് ഉൾച്ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ കോടതിയുടെ വിധി ഇപ്പോൾ അംഗീകരിക്കുകയാണ്. മേൽക്കോടതിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് AICTE ഏറ്റവും അന്തിമ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, ഫൈനൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 14 അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും AICTE ലാസ്റ്റ് ഡേറ്റ് നീട്ടാറൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. നീട്ടുമോ എന്നുള്ളത് ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 അപ്പോൾ അതിന് മുമ്പായിട്ട് അഡ്മിഷൻ പ്രക്രിയകൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നടപടി സ്വീകരിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ വർഷം ഇപ്പോൾ പ്രോസ്പെക്ടസ് അമെൻഡ് ചെയ്യുന്നതിന് മുൻപുള്ള, അതായത് കഴിഞ്ഞ വർഷം വരെ തുടർന്നു പോന്നിരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. പ്രോസ്പെക്ടസിൽ ഗവൺമെൻറ്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അത് ഈ അംഗീകരിക്കുന്നത് പറഞ്ഞത് പൂർണ്ണ മനസ്സാലല്ല, സമയപരിമിതി എന്നുള്ളത് കൊണ്ട് മാത്രം അംഗീകരിക്കുന്നു, അങ്ങനെയാണോ? അതെ, സമയപരിമിതി ഉണ്ടല്ലോ. നമുക്ക് കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല, കുട്ടികളുടെ അനിശ്ചിതാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളുടെ നന്മയാണ് ഗവൺമെൻറ് അഭിലഷിക്കുന്നത്. ഏത് കാര്യത്തിലായാലും എല്ലാവരും കുട്ടികളാണ്, എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം. ആ കാഴ്ചപ്പാടിനെ മുൻനിർത്തി സതുദ്ദേശപരമായിട്ടാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത്ര വലിയ മാറ്റമൊന്നും വരുന്നില്ല. ആ വിദ്യാർത്ഥികൾ കോടതിയല്ലേ വിധിച്ചത്, കോടതിയിൽ പോവാലോ അവർക്ക്. കോടതി വിധിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വക ചോദ്യത്തിനൊന്നും അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുട്ടികളുടെ പൊതുവിലുള്ള നന്മയെ മുൻനിർത്തി എല്ലാവർക്കും നീതി ഉറപ്പാക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അതായത് കീം പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിയാലും 35 മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള പരാതി ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതാണ് പറയാനുള്ളത്. ഇന്ന് തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ പുതിയ മാറ്റം ഉണ്ടല്ലോ, ഇപ്പോൾ തൽക്കാലം അത് ഒഴിവാക്കുന്നു, പക്ഷേ ഭാവിയിൽ അത് തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അടുത്ത വർഷം നമുക്ക് സമയം എടുത്ത് തന്നെ നേരത്തെ തന്നെ അത് ചെയ്യണം. വേണ്ടത്ര അടുത്ത വർഷത്തെ കാര്യം നമുക്ക് അടുത്ത വർഷം ആലോചിക്കല്ലേ നല്ലത്. ഇപ്പൊ തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ആലോചിക്കാൻ പറ്റൂ. ഇപ്പൊ ഈ വർഷത്തെ കാര്യം പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. ഈ വർഷത്തെ കാര്യത്തിലാണല്ലോ ഇപ്പൊ വിധി വന്നത്. അടുത്ത വർഷം എന്തെന്ന് എനിക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റുമോ?
മാറ്റം ഉണ്ടാകാൻ സാധ്യത? കാരണം 300 മാർക്ക് നേടി അത് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമുക്കറിയാം. അവരുടെ വിഷമം കൂടി അഡ്രസ് ചെയ്ത് പോയത്. അവരുടെ വിഷമം അഡ്രസ്സ് ചെയ്യാനാണല്ലോ ശ്രമിച്ചത്. എല്ലാവരുടെ വിഷമവും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ കോടതിയുടെ വിധി നമുക്ക് അനുസരിച്ചേ തീരൂ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം കോടതി പറഞ്ഞിരിക്കുന്നു, കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു, അതിന് അപ്പീൽ നൽകി. ഡിവിഷൻ ബെഞ്ചും ആദ്യ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ അംഗീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി വൈകിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിച്ചത്.